நமக்கு ஒரு பாலகன் பிறந்தார், நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, സമാധാന പ്രഭു എന്നപ്പെടും. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നാം കേട്ട ഭാഗം കർത്താവിന് സ്തോത്രം. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന യേശു കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. മറിയയുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവായി, പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. ആമേൻ സ്തോത്രം. ഈ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി, ആമേൻ ശാപത്തിനു വേണ്ടി, അകൃത്യത്തിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി അവതരിച്ച ആ യേശുവിനെ കുറിച്ച് എന്റെ കർത്താവ് അതിശയമാനവർ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമം അതിശയമാ. പ്രത്യുത എന്റെ കർത്താവിന്റെ ജനനമേ അതിശയമാ. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ അതിശയമാനവർ ഹല്ലേലൂയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മലയാള പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. ലോകത്ത് ഒത്തിരി മന്ത്രിമാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഫിനാൻസിന് ഒരു മിനിസ്റ്റർ ഉണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യത്തിന് ഒരു മന്ത്രിയുണ്ട്, വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രിയുണ്ട്. പക്ഷേ അത്ഭുത മന്ത്രി ഈ ഇന്ത്യയിലുമില്ല, ഈ ലോകത്തുമില്ല. இந்த தமிழ்நாட்டிலையும் கிடையாது, கேரளாவிலையும் கிடையாது. ஹல்லேலூய. ஆமென். அற்புத மந்திரி ஒருவர் மட்டுமே, அது ஆண்டவராகிய இயேசு கிறிஸ்து மட்டும். அற்புதமான மந்திரி, அதிசயத்தை செய்கிறவர். ஆமென். இந்த ராத்திரியிலே கர்த்தர் உனக்காகவே அதிசயத்தை செய்வார். ஓரவ லகதுன ரகதன வைடவ அந்தரோதன வரிகதன வைடவ என்ற இயேசு இந்த ராத்திரி அதிசயத்தை ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ദുഃഖത്തോടെ ആണ്ടവരെ என் வாழ்க்கையில இனி என்ன, ஆமென், தொடர்ந்துள்ள ദിവസങ്ങളിലെ என் வாழ்க்கையில இனி எப்படி ஆண்டவரே എന്ന് കേട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ 2026 ഈ ജനുവരി മാസം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തിൽ എന്റെ യേശു അതിശയമാനവർ. വെറും അതിശയം ചെയ്യല്ലേ, ഉൻ வாழ்க்கையை மொத்தமாய் എന്റെ കർത്താവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. ഉൻ ആവി, ആത്മ, ശരീരത്തെ മുഴുവനായി കർത്താവ് ഏറ്റെടുത്തിട്ട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ അതിശയത്തെ ചെയ്യാൻ പോവുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം തന്നെ അതിശയമാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളെ വാഴ്ക. ഹല്ലേലൂയ. വായിക്കാം ലൂക്ക 1:28. യേശുവിന്റെ നാമത്തിൽ. അവൾ ഇരുന്ന വീട്ടിൽ ദേവദൂതൻ പ്രവേശിച്ച്, கிருபை பெற்றவளே வாழ்க, கர்த்தர் உன்னுடனே இருக்கிறார், ஸ்திரீகளுக்குள்ளே நீ ஆசீர்வதிக்கப்பட்டவள் என்றார். ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ശക്തിയോടെ. കൃപை பெற்றவளே வாழ்க, സ്ത്രീകൾക്കുള്ളേ. ഹല്ലേലൂയ. സ്ത്രീകൾക്കുള്ളേ നീ ആശീർവദിക്കപ്പെട്ടവൾ. വിഷയോ യേശു കർത്താവ് നിന്റെ ഉദരത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്തോത്രം. മറിയയെ നോക്കി, മരിയാളെ പാർത്ത് ഗബ്രിയേൽ ദൂതൻ പറയാ, കൃപை പെറ്റവളെ വാഴ്ക. ഇനി നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഈ ലോകത്തിലെ എല്ലാ സഹോദരിമാരും നിന്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അന്നേരം ചിന്തിക്കുക, അയ്യോ സഹോദരിമാരെ കുറിച്ച് മാത്രമാണോ? ഇല്ല ദൈവ പൈതലേ, സഭ മണവാട്ടിയ, അതിനകത്ത് സഹോദരന്മാരെ ഉൾപ്പെടെയാ. യേശു ജനിച്ചു, അകത്ത് ജനിച്ചുവെങ്കിൽ, യേശു കുഞ്ഞ് അകത്ത് രൂപം കൊണ്ടെങ്കിൽ, അവൻ നീ കൃപ നിറഞ്ഞ സഹോദരനാ, കൃപ നിറഞ്ഞ സഹോദരിയാ, കൃപ നിറഞ്ഞ അപ്പനാ, കൃപ നിറഞ്ഞ അമ്മയാ, കൃപ നിറഞ്ഞ കുഞ്ഞുങ്ങളാ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്തോത്രം. ഈ കല്ലിലെ വന്ദനം കേട്ടപ്പോ, അവൻ ദൂതന്റെ ശബ്ദം കേട്ടപ്പോ, മറിയയുടെ ഹൃദയത്തിനകത്തളത്തിൽ ഒരു വെപ്രാളവാ. അവൻ സ്തോത്രം ഒരു പരവേശവാ. അന്നേരം കർത്താവിന് സ്തോത്രം ദൂതൻ പറയാ, ഭയപ്പെടണ്ട. അതിശയം നടക്കുമ്പോ ഒരു ഭയമകത്ത് കയറും.
ഹല്ലേലൂയ. യഥാവത് അതിശയം നടന്ന് നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു അതിശയമായ വിഷയം കേൾക്കുമ്പോ ചിലര് ഭയങ്കരമായി കരയും, ചിലര് ഭയങ്കരമായി ചിരിക്കും, ചിലര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ചിലര് പെട്ടെന്ന് വെള്ളം കുടിക്കും. ഹല്ലേലൂയ. ചിലർക്കങ്ങ് ബോധം പോകും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇത് അതിശയം സംഭവിക്കുക. പക്ഷെ ഒപ്പം തന്നെ എന്തെങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ, ദുഃഖം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവൻ ഇതേ അനുഭവം തന്നെ അവൻ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അതിശയമാനവർ മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോ മറിയയ്ക്ക് അങ്ങ് വെപ്രാളമാണ്. ഹല്ലേലൂയ. അന്നേരം ദൂതൻ പറയാം, മരിയാളെ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. മറിയയെ നീ ഭയപ്പെടണ്ട. നിന്റെ അകത്ത് ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാ. അതിശയമായ ദൈവം, അതിശയത്തെ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത് ആത്മാവിന്റെ ശക്തിയിലാ, പരിശുദ്ധാത്മാവിന്റെ നിറവില. ഹല്ലേലൂയ. അവൻ ഇവിടെ കർത്താവിന് സ്വത്രം. ദൂതൻ മറിയോട് പറയാ, ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഹല്ലേലൂയ ഈ കൺവെൻഷന്റെ ഒന്നാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ ദൈവം കർത്താവിന് സ്വത്രം. സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ആദിയിൽ ദൈവമാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം ഒന്നാമത്തെ ദിവസം കർത്താവ് ഉണ്ടാക്കി വെളിച്ചം ഉണ്ടാകെ കടവത് എന്റെ. ഹല്ലേലൂയ. അതിശയമായ ദൈവം. ഹല്ലേലൂയ. പിതാവായ ദൈവം തന്റെ അതിശയത്താൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഒന്നാം അധ്യായം 1-ാം വാക്യം തമിഴിൽ വായിക്കാം. ആദിയാഗമം. ആദിയിലെ ദേവൻ വാനത്തെയും ഭൂമിയെയും சிருஷ்டித்தார். பூமியானது ஒழுங்கின்மையும் வெறுமையுமாய் இருந்தது. ஆழத்தின் மேல் இருள் இருந்தது. தேவ ஆவியானவர் ஜலத்தின் மேல் அசைவாடி கொண்டிருந்தார். ഹല്ലേലൂയ. അവൻ ആദിയിലെ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിത്താർ. ഭൂമിയാണത് ഒഴുങ്ങിന്മയും വെറുമയുമായിരുന്നത്. ആഴത്തിൻ മീതെ ഇരുളിരുന്നത്. ദേവ ആവിയാനവർ അവൻ വെള്ളത്തിൻ മീതെ അസൈവാടിക്കൊണ്ടേയിരുന്ന. ഹല്ലേലൂയ. 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 അവൻ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇരുട്ട് വിഷയമല്ല. ഒരുക്കമുള്ള ഒരു ഹൃദയമുണ്ടോ അതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോവുക. ഇന്ന് രാത്രി ഒരുക്കമുള്ള ദൈവ പൈതലെ, സമർപ്പണമുള്ള ദൈവ പൈതലെ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതലെ, കർത്താവ് നിന്റെ അകത്തളത്തിൽ പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ഭാഗം വായിക്കുമ്പോ അതുകൂടെ വായിക്കാം. தேவன் வெளிச்சம் உண்டாக கடவது என்றார். வெளிச்சம் உண்டாயிற்று. வெளிச்சம் நல்லது என்று தேவன் கண்டார். வெளிச்சத்தையும் இருளையும் தேவன் வெவ்வேறாக பிரித்தார். தேவன் வெளிச்சத்திற்கு பகல் என்று பெயரிட்டார். ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് നാള് പിതാവാകിയ ദേവൻ ഉണ്ടാക്കുന്നത് വെളിച്ചം. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം അതിശയത്തെ പ്രവർത്തിക്കുവാൻ, ഇരുട്ടിനകത്ത് പ്രവർത്തിയ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ, ഹല്ലേലൂയ, നിന്ദയും പരിഹാസവും കട്ടവും ദുഃഖവും ദാരിദ്ര്യവും വേദനയും കടൻഭാരവും രോഗവും അനുഭവിച്ച് മടുത്തു ഇരുട്ടിന്റെ ഉള്ളറയിൽ അവൻ പലപ്പോഴും ചിന്തിക്കും, മരണം പോതു ആണ്ടവരെ, എതുക്ക് വാഴണോ, എതുക്ക് എന്താ വാഴ്ക്കേ, എതുക്ക് ഞാൻ ജീവിക്കണോ, എതുക്ക് ഉയിരോടെ ഇരിക്കണോ എന്ന് കേൾക്കുമ്പോ എന്റെ കർത്താവ് ആ ഇരുട്ട് നിറഞ്ഞ അനുഭവത്തിൽ പറയാ, വെളിച്ചം ഉണ്ടാകെ കിടവത്. ഹല്ലേലൂയ. உன் வாழ்க்கையிலே அந்த இருட்டு நிறைஞ்ச அந்த வாழ்க்கையிலே வெளிச்சம் உண்டாக கிடவது. அந்த இருள் உன்னை விட்டு மாறணும். உன்னை விட்டு அந்த இருட்டின் கிரியைகள் மாறணும். இருட்டின் பிரவர்த்திகள் உன் வாழ்க்கையை விட்டு அழியணும். ஹல்லேலூயா. ஆண்டவராகிய தேவன் சொன்னார், வெளிச்சம் உண்டாக கிடவது என்றார். ஆனா ஆமென். ஆதியாகமம் 1-ாம் அதிகாரம் 13வது வசனம் வந்து வாசிப்போம். சாயங்காலமும் விடியற்காலமும் ஆகி 3ஆம் நாள் ஆயிற்று. பின்பு தேவன் பகலுக்கும் இரவுக்கும் வித்தியாசம். 13வது வசனம். சாயங்காலமும் விடியற்காலமும் ஆகி 3ஆம் நாள் ஆயிற்று. பின்பு
தேவன் பகலுக்கும் இரவுக்கும் வித்தியாசம் உண்டாகத்தக்கதாக வானம் என்கிற ஆகாய விரைவிலே சுடர்கள் உண்டாக கடவது. அவைகள் அடையாளங்களுக்காகவும் காலங்களையும் നാട്കളെയും വരുഷങ്ങളെയും കുറിക്കുന്നവർക്കാகவும் ഇരുക്ക് കടവത് என்றார். മതി. ഒരു സ്വോത്രം പറഞ്ഞേ. വചനം വായിച്ചപ്പോ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. ആ മൈക്കിന് ചെറിയൊരു ജലദോഷം, ചെറിയൊരു വീസിംഗ് പ്രോബ്ലം, അവളവതാ. ഹല്ലേലൂയ. இந்த இடத்துல மொத்தம் നിറഞ്ഞതാ இருக்குது. ആ ശബ്ദം ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുക. ഈ ഗ്രൗണ്ട് മൊത്തം, ഈ ഭൂമി മൊത്തം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം മൊത്തം, നിങ്ങൾ വിട്ടേച്ചു വന്ന ഭവനം മൊത്തം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ഭവനത്തിനകത്ത് ഈ ശബ്ദം മുഴങ്ങുക. കരങ്ങളെ ശക്തിയോടെ അടിച്ച് എല്ലാ ദൈവമക്കളും ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ ആരാധിച്ചോട്ടെ. യേശുവിന്റെ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. நமக்கு தொடர்மானமா காய்ச்சல் இருந்தா பாராசிட்டமால் அல்லனா டோலோ சாப்பிடலாம். ஹல்லேலூயா. ஆமென் சோத்ரம். ஹல்லேலூயா. டாக்டர் ஆமென் சோத்ரம் குரூப்பில் சொல்லுவாங்க. ആമൻ സൂത്രം 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച. ആമൻ സൂത്രം 1 ദിവസം 2 നേരം 3 നേരം ഒക്കെ சாப்பிட்டோ. ஹல்லேலூயா. ஆமன் சூத்திரம் அது தொடர்மானமா கிடைக்கும். ஆனா இந்த மாத்திரை இன்னைக்கு நாளைக்கு மற்ற நாளைக்கு மட்டும்தான். இந்த மாத்திரையோ, இந்த சிறப்போ, இந்த ஆமன் சூத்திரம் இன்ஜெக்ஷனோ, இந்த ட்ரிப்போ இந்த 3 நாளைக்கு மட்டும்தான். பாக்கி எல்லா மாத்திரையும் உங்களுக்கு எல்லா நாளும் கிடைக்கும். இந்த 3 நாளைக்கு ஆവശ്യமானவங்க ட்ரிப் போடவங்க வேண்டவங்க ட்ரிப் போடணும். ஹல்லேலூயா. மாத்திரை எடுக்க வேண்டியவங்க மாத்திரை எடுக்கணும். இன்ஜெக்ஷன் எடுக்க வேண்டியவங்க இன்ஜெக்ஷன் எடுக்கணும். கர்த்தருக்காக ஒப்பு கொடுக்கணும். ஆவியானவர் யாரு ஒப்பு கொடுத்து ஜெபிப்பாங்களோ அவங்களுக்கு கிட்ட ஆவியானவர் வந்து ட்ரிப் போடவங்களுக்கு வேண்டவங்களுக்கு ட்ரிப் போடுவாங்க. கர்த்தரிடத்தை ஏൽപ്പിച്ചു கொடுத்தா மட்டுமே. ஹல்லேலூயா. നഴ്സ് ട്രിപ്പ് വയ്ക്കാൻ വന്നാൽ നമ്മൾ കൈ ഉതറി മാറ്റിയാ ഈ ഇഞ്ചക്ഷൻ എവിടെയെങ്കിലും കൊള്ളും. ഹല്ലേലൂയ. അന്നേരം ആമൻ നഴ്സ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ആമൻ അടുത്തൊരു നഴ്സിനെയും കൂടെ പിടിച്ച് കയ്യെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് അങ്ങ് ആമൻ സൂത്രം ട്രിപ്പ് വയ്ക്കും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യും. ദൂതൻ ഇങ്ങനെ ദൂതന്മാർ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്വോത്രം. ഹല്ലേലൂയ. ദൂതന്മാർ ഈ മൈതാനത്ത് ചുറ്റി നിൽക്കുന്നതിനായി, ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വോത്രം. ആമേൻ. ഹല്ലേലൂയ. ആദിയാഗമം 1-ാം അധികാരം 13-14 വചനം വാസിക്കുമ്പോൾ ആമേൻ സ്വോത്രം. വലിപ്പമേറിയ വെളിച്ചവും വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആമേൻ സ്വോത്രം എന്ന് വെച്ചാൽ സുടറൊളി. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എന്റെ കർത്താവ് തുടർന്നുണ്ടാക്കിയ, പക്ഷേ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം കർത്താവിന്റെ ബാക്കിയുള്ള പ്രവൃത്തി തിരിച്ചറിയാൻ എന്റെ കർത്താവ് ഉണ്ടാക്കിയത് വെളിച്ചമാണ്. ഇന്ന് രാത്രി ജീവിതം തകർന്നിരിക്കുന്ന സഹോദര, നിന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചം വീശട്ടെ. ജീവിത സാഹചര്യം, ഓ സ്വത്രം, ഞാൻ എങ്ങോട്ട് പോകും, എന്തു ചെയ്യും, നാളത്തെ അനുഭവം എന്തെന്ന് ഈ മൈക്രോഫോണിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ആ വെളിച്ചം ഇന്ന് രാത്രി അവന്റെ ജീവിതത്തിന്റെ മേലെ വീശാൻ പോവയാ. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വത്രം. പിതാവായ ദൈവം സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ആമേൻ സ്വത്രം. ഹല്ലേലൂയ. 1-ാമത്തെ ദിവസം വെളിച്ചം ഉണ്ടാക കടവതി എന്നാൽ വെളിച്ചം ഉണ്ടായിട്ട് ആമേൻ സ്വത്രം എന്റെ കർത്താവ് അടുത്ത് ചെയ്തു. വെളിച്ചത്തെ ഇരുളിനെ തമ്മിൽ വേർതിരിച്ചു. എന്നാൽ 13-14 വചനം വായിക്കുമ്പോ വെളിച്ചങ്ങളെ ഉണ്ടാക്കാൻ ആമേൻ സ്വത്രം ആകാശ മണ്ഡലത്തിൽ ആമേൻ വലിപ്പം കൂടിയതും കുറഞ്ഞതുമായ ഗോളങ്ങളെ അതിനകത്ത് സ്ഥാപിച്ചു. യഹോവയായ ദൈവം നക്ഷത്രങ്ങളെയും അതിനകത്ത് സ്ഥാപിച്ചു. ഹല്ലേലൂയ. എന്നാൽ ലൂക്കയുടെ സുവിശേഷം വായിക്കുമ്പോ ആട്ടിടയന്മാർ, ദൂതന്മാർ യേശു ജനിച്ചപ്പോ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. പിതാവാകിയ ദേവൻ അവൻ മുമ്പേ ഉണ്ടാക്കി, പക്ഷെ പിന്നത്തേത് അവൻ ആ നക്ഷത്രമായി, ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമായി യേശുവിന്റെ ജനനത്തിങ്കൽ അവൻ ദൂതന്മാർക്ക് വഴികാട്ടി.
വഴികാട്ടിയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു വഴികാട്ടിയായി, നിന്റെ ജീവിതത്തിനൊരു വഴികാട്ടിയായി. ഒരു വേള ആത്മീക ജീവിതത്തിൽ നിന്ന് തകർന്നു പോയി, ആത്മീക ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോയി, ആത്മീക ജീവിതത്തിൽ നിന്ന് ഉടഞ്ഞു പോയി. ഹല്ലേലൂയ. ഈ യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ അനുഭവത്തിൽ വന്നു. പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് ഉടഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഹല്ലേലൂയ, നിനക്കൊരു വഴികാട്ടിയായി ഉദയ നക്ഷത്രമായ യേശു കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ പോവുക. ദൈവ പൈതൽ, നിനക്കൊരു വഴികാട്ടിയായി, നിന്റെ കുടുംബത്തിനൊരു വഴികാട്ടിയായി, നിന്റെ ജീവിതത്തിനൊരു വഴികാട്ടിയായി എന്റെ കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോവുക. അവൻ സ്വത്രം വിഷയോ ഈ യേശു നിന്റെ നക്ഷത്രമാ, ഒരു ഉദയ നക്ഷത്രമാ. ഹല്ലേലൂയ. അവൻ നമുക്ക് എല്ലാവർക്കും என்ன இருக்கு, நாள் இருக்குல்ல. ஒரு பிள்ளை பிறக்கும் போது கேட்பாங்க, பிள்ளைக்கு நாள் என்ன? ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ദൈവമക്കൾ ചോദിക്കത്തില്ല, സത്യം അറിയാവുന്നവർ ചോദിക്കത്തില്ല. ആമേൻ സ്വത്രം. എങ്കിലും ചിലരൊക്കെ ഒളിച്ചും മറച്ചും ഒക്കെ നാളെന്ത് ചെയ്യും? ഹല്ലേലൂയ. പിള്ളേക്ക് നാളെന്നെ. ഹല്ലേലൂയ. ചിലരൊക്കെ എഴുതി കുറിച്ച് വെക്കും, ഞാൻ പിള്ളേക്ക് നാളിന്നത്. ഹല്ലേലൂയ. ആമേ சித்திரே, ஆமை சோதி. ஹல்லேலூய. சிலவங்க சோத்தி சொல்லுவாங்க, சோதி நட்சத்திரம் நான் சொன்னா சோத்திக்கு என்ன செய்ய மாட்டா, அலக்க மாட்டா. ஒரு சோத்திரம் கிட்ட പറഞ്ഞാട്ട്, ஆனா கர்த்தாவின் சோத்திரம் சோதி நட்சத்திரம் இருக்கு, ஆனா சோறு சாப்பிடவே முடியாது. ஹல்லேலூயா. நீ சொன்னா சாப்பாடு சாப்பிடவே முடியாது. ஹல்லேலூயா. ஆனா நட்சத்திரம் என்னதான்? சோதி தான். ஹல்லேலൂയ. അവരുടെ നക്ഷത്രം ചോദിക്കും കർത്താവിൻ സൂത്രം. പക്ഷേ യേശു കർത്താവ് ജനിച്ചപ്പോ, ഹല്ലേലൂയ, ആ ജനന സമയം മുതൽ ഈ ആട്ടിടയന്മാർക്ക് എന്റെ കർത്താവ് ഈ നക്ഷത്രം വഴികാട്ടിയായി. അവർ ചിന്തിച്ചു, യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവാ, ജനിക്കേണ്ടത് കൊട്ടാരത്തിലാ. പക്ഷെ ഇവർ ചെന്നു ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം കൊട്ടാരത്തിലെങ്കിൽ അത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലായിരിക്കാം എന്ന് കർത്താവിന് സ്വത്രം ഇടയന്മാർ ചിന്തിച്ചു. അവർ കൊട്ടാരത്തിൽ ചെന്നു. ഹെരോദാവിന് ഭയം പിടിച്ചു. എന്ന് രാത്രി എന്റെ കർത്താവ് ജനിച്ചെങ്കിൽ അത് എവിടെയെങ്കിലും അല്ല, അത് ഏതെങ്കിലും സ്ഥലത്തിലല്ല, ഏതെങ്കിലും ഹൃദയത്തിലല്ല. എന്റെ കർത്താവ് ആകർഷിച്ച, കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഹൃദയത്തിൽ മാത്രമേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായി, ദൈവ കൃപകൾക്കായി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നെഞ്ചു മുതൽ വയറ് മൊത്തമായി എരിച്ചിലും പുകച്ചിലുമായിരിക്കുന്ന വ്യക്തിത്വമേ പരിശുദ്ധാത്മാവ് നിന്നെ പിടിപ്പിക്കാൻ പോവയാ. എന്റെ രോഗത്തിന്റെ കെട്ടുകള്, ആ രോഗബന്ധനത്തെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റാൻ പോവയാ. ഇന്ന് രാത്രി ഈ സ്റ്റേജ് വിടുമ്പോ അതിശയമെന്ന ദൈവം അവൻ നാമോ അതിശയമേ അന്ത നാമോ ഉൻ ഉള്ളുക്കുള്ളേ വിടുതലായി വെളിപ്പെടാൻ പോവയാ. ഹല്ലേലൂയ. ഒരു സഹോദരൻ കൊണ്ട് പറയാ, ഒരു സൈഡ് മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു കിഴപ്പ, ഒരു തരിപ്പ, ഒരു മരവിപ്പ, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധ വിളിച്ചു പറയാ, നിന്റെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുക. നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അവൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുക. ശക്തിയോടെ ആ രോഗത്തിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റാൻ പോവുക. ആ ശാപത്തിന്റെ കെട്ടിന് നിലനിൽക്കാൻ കഴിയാത്ത ആ പ്രതികൂലത്തെ കർത്താവ് അവൻ അഴിച്ചു മാറ്റാൻ പോവുക. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് ഉദയ നക്ഷത്രമായി ദൈവ പൈതലെ നമ്മുടെ ഹൃദയത്തിന്റെ മേലെ ഇറങ്ങിയിരിക്കുക. അതാ യോവാൻ സുവിശേഷകൻ പറയുന്നു, 1-ാമത് അധികാരം 1-ാമത് വചനം മുതൽ ഒന്ന് വാസിക്കാം. ആദിയിലെ വാർത്ത ഇരുന്നത്, அந்த வார்த்தை தேவனிடத்தில் இருந்தது, அந்த வார்த்தை தேவனாயிருந்தது, அந்த வார்த்தை தேவனாயிருந்தது, அவர் ஆதியிலே தேவனோடு இருந்தார். ஹல்லேலூயா. இயேசு வார்த்தை மட்டுமே. ஹல்லேலூயா, ஹல்லேலூயா. அவன் യേശു കർത്താവ് വചനമാ. ആദിയിൽ, ആദിയിൽ, ഹല്ലേലൂയ, ആദിയിൽ തിരിച്ചറിയാൻ പറ്റാത്ത ആ സമയത്ത് ആദിയിലെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ കർത്താവിന് സ്വത്രം വിളിച്ചു പറയുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ പോകും. മുന്നാടി ജപിപ്പാങ്ക ஜபிச்ச பிறகு ஆமென் சோத்ரம் ஹல்லேலூயா பரிசுத்த வேதாகமத்தை எடுத்து துறந்து ஒரு வசனத்தை என்ன செய்வாங்க? ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ചിലപ്പം നമുക്ക് അനുകൂലമായ വാക്യമായിരിക്കും എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ചിലപ്പം പറയും ഈ വഴിക്ക് നീ എന്ത് ചെയ്യണ്ട, പോണ്ട. അന്നേരം കർത്താവിന് സ്തോത്രം ചിന്തിക്കും, എന്തായാലും ഈ വഴി എന്താണ് അബദ്ധവാ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ സ്തോത്രം ഒരു പിച്ചക്കാരൻ, എങ്കിലും പിച്ചക്കാരൻ താനേ, ഹല്ലേലൂയ. ഒരു പിച്ചക്കാരൻ പിച്ച കേൾക്കുന്നതിന് ആമേൻ സ്തോത്രം എല്ലാ ദിവസവും പോകും. അന്നേരം ഈ മനുഷ്യൻ ചെയ്യുന്നത് ആമേൻ സ്തോത്രം ബൈബിൾ എടുക്കും, ബൈബിൾ എടുത്തിട്ട് തുറന്ന് ഒരു അധ്യായം വായിക്കും. ആമേൻ സ്തോത്രം ഒരു അധ്യായം എടുത്തിട്ട് ആമേൻ ആ പിച്ചക്കാരന് ആദ്യം കിട്ടുന്ന വചനം എന്തോ അത് വായിച്ചിട്ട് വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. ഈ മനുഷ്യൻ കർത്താവിന് സ്തോത്രം ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് ആമേൻ സ്തോത്രം ഈ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അകത്ത് കയറി നോക്കിയപ്പോ കർത്താവിന് സ്തോത്രം ആ വീട്ടിലെ യജമാനത്തിയോ ആമേൻ സ്തോത്രം കല്ലില് ഒരു കയറില് ആമേൻ രണ്ടുപേര് കല്ലിൽ അവിടെ ബെഡ്റൂമിൽ കയറിൽ തൂങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ഈ പിച്ചക്കാരൻ പേടിച്ചു. ഈ മനുഷ്യൻ പെട്ടെന്ന് വെളിയിലിറങ്ങിയിട്ട് വീട്ടിന്റെ ചുറ്റും ഒന്ന് നോക്കിയിട്ട് കർത്താവിന് സ്തോത്രം വീട്ടിലൊരു ജോലിക്കാരനുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ജോലിക്കാരൻ കർത്താവിന് സ്തോത്രം പുറത്തെ പണിയാ ചെയ്യുന്ന, അകത്തെ പണിയല്ല. ഈ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വീട് മുറ്റമൊക്കെ അടിക്കുമ്പോ മുറ്റമൊക്കെ തൂക്കുമ്പോ കർത്താവിന് സ്തോത്രം പുള്ളി കർത്താവിന് സ്തോത്രം കല്ല് നോക്കിയപ്പോ ഡോർ തുറന്നു കിടക്കുക. പുള്ളി നോക്കി കർത്താവിന് സ്തോത്രം, അയ്യോ എന്റെ യജമാനത്തിയോ ആമേൻ സ്തോത്രം കല്ലിലെ സ്തോത്രം തൂങ്ങി നിൽക്കുക. ആമേൻ സ്തോത്രം. പുള്ളി ചിന്തിച്ചു, അയ്യോ പോലീസ് വരുമ്പോ ആമേൻ സ്തോത്രം ഇനി ഹല്ലേലൂയ സ്തോത്രം ആമേൻ കല്ലിലെ കേസാകുമ്പോ എന്നെയാ സാക്ഷിയാക്കി ചോദ്യം ചെയ്യുന്നേ, അതുകൊണ്ട് എനിക്കൊരു നിലനിൽപ്പില്ല. പുള്ളി ഓടിച്ചെന്ന് പുള്ളിക്ക് വേണ്ടി കൊടുത്തൊരു ഷെഡുണ്ട്, ആ ഷെഡിൽ പോയി തൂങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ പിച്ചക്കാരൻ ചെല്ലുന്നേ. പിച്ചക്കാരൻ ചെന്നു, ഡോർ തുറന്നു കിടക്കയില് അകത്ത് നോക്കിയപ്പോ അകത്ത് രണ്ടുപേര് തൂങ്ങി നിൽക്കുക. ഈ പിച്ചക്കാരൻ പലവട്ടം അതുവഴി പോകുന്നതാ. ഈ വീടിന് നല്ല പരിചയമാ. ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്തോത്രം ഈ പുള്ളിക്കാരൻ വേലക്കാരനെ നോക്കാം എന്ന് ചിന്തിച്ച് അകത്ത് കയറുമ്പോ വേലക്കാരൻ എന്ത് ചെയ്തിരിക്കുക? തൂങ്ങി നിൽക്കുക. അന്നേരം പുള്ളി അകത്ത് ചിന്തിച്ചു, ജീവൻ വേണ്ടവർക്ക് ജീവൻ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപം ഇതിനകത്തുണ്ട്, അനുഗ്രഹമുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. എന്താണ് നമുക്ക് ആവശ്യമായിട്ട് തിരഞ്ഞെടുക്കാം? ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ മേൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാ. ഇവിടെ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് ഹല്ലേലൂയ വായിച്ചു കേട്ട് കുറിവാക്യത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവർ അതിശയമാനവ്, എന്റെ ദൈവം അതിശയത്തെ ചെയ്യുന്ന ദൈവം. ആമേൻ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങള് എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യുന്ന ദൈവമാ. ആമേൻ സ്തോത്രം. എന്റെ കർത്താവിന്റെ പ്രവർത്തികൾക്ക് ആമേൻ സ്തോത്രം മാറ്റം വരത്തില്ല. എന്റെ ദൈവം അതിശയം മാത്രമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ സ്തോത്രം സെക്കറിയാവ് ആമേൻ യാഗമർപ്പിക്കാൻ ആമേൻ സ്തോത്രം വർഷത്തിലൊരിക്കൽ കൂറിന്റെ ക്രമപ്രകാരം ഈ സെക്കറിയ പുരോഹിതന് യാഗമർപ്പിക്കേണ്ട എന്ന് ചൊന്ന ബലി ചൊലുത്ത വേണ്ടിയ സമയം വന്നു. ഹല്ലേലൂയ. അന്നേരം ബലി അർപ്പിക്കേണ്ടത് സെക്കറിയാവാണ്. ഹല്ലേലൂയ. സെക്കറിയാവ് കർത്താവിന് സ്തോത്രം അകത്ത് കയറിയപ്പോ സെക്കറിയാവിനെ പുറത്ത് കാണാനില്ല. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സെക്കറിയാവിന് കൊടുക്കാനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിനക്കൊരു മറുപടി തരാറുണ്ട്. വർഷങ്ങളായി ചോദിക്കുന്ന സഹോദര നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, സഹോദരി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമേൻ എന്റെ കർത്താവ് നിനക്ക് മറുപടി തരാനുണ്ട്. സെക്കറിയ വർഷങ്ങളായി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി സെക്കറിയ പുരോഹിതൻ ചോദിക്കുമ്പോ ദൂതൻ ഇറങ്ങിയിട്ട് പറയാം, ഭയപ്പെടേണ്ട, അതിശയം നടക്കാൻ പോവയാ. ഇന്ന് രാത്രി വിദ്യാഭ്യാസം തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, ആണ്ടവരെ എൻ വാഴ്ക്കയില് ഞാൻ என்ன ചെയ്യണം? ആമേൻ സ്തോത്രം. എങ്ങോട്ട് പോകണം? എന്താ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. ജീവിതത്തിലെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ മേൽ
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, അതിനെ എക്സ്ക്ലമേറ്ററി മാർക്കാക്കാൻ, അതിനെ ഒരു ആശ്ചര്യമാക്കാൻ, നീ ഒരു അതിശയമാകാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തീരുമാനിച്ചിരിക്കുക. അവൻ പ്രത്യുത നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്, ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. ആ പ്രതികൂലത്തെ, ആ ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റിട്ട് കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് അവൻ ആത്മാവിൽ ശക്തിയോടെ, അവൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളവർ, ദൈവ കൃപയുള്ളവർ, ആ കൃപ ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിനായി, ദൈവ കൃപയുടെ വല്ലഭത്വത്തിനായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ചോദിക്കും, എന്ത് കാണാനാ പോയേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധമാവ് ആദ്യം ചോദിക്കുക, ദൈവ പൈതലെ, ഈ ചെയർ വിട്ട് എഴുന്നേൽക്കുമ്പോ, இந்த കസേര വിട്ട് എളുമ്പുമ്പോൾ പ്രാപിച്ചിട്ട് എളുമ്പണു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വെറുതെ എളുമ്പக்கூடாது, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ, ഈ മൈതാനം വിട്ടു പോകുമ്പോ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട്, ആമേൻ സ്തോത്രം, കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച്, ആമേൻ സ്തോത്രം, ആ വിടുതലോടുകൂടെ ഇന്ന് രാത്രി എഴുന്നേൽക്കുമെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോവുക. കരങ്ങളെ ഒന്ന് വീശി കർത്താവിനെ സ്തുതിച്ചാട്ട് ആത്മാവി ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെക്കറിയാവ് ദൂതനെ കണ്ടപ്പോ ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടണ്ട, വീട്ടിൽ അതിശയം നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, അതിശയം സഭയിലല്ല, നിന്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കാൻ പോവുക. പക്ഷെ അന്നേരം സക്കരിയാവിനൊരു സംശയം. സക്കരിയാവ് ചോദിച്ചു, അത് ഞാൻ എങ്ങനെ അറിയും? ഹല്ലേലൂയ. അന്നേരം ദൂതൻ പറയുക, ആ മറുപടി കിട്ടും വരെ നീ പേസമാട്ടെ. ഹല്ലേലൂയ. ചിലവങ്ങൾക്ക് കർത്തർ യഥാവത് ദൂത കൊടുത്താ, ആലോചന കൊടുത്താ, ஆமை சோத்திரம் சிலவங்களுக்கு பயங்கர வெப்ராளவும் சொஸ்ததை இல்லை, சமாதானம் இல்லை. ஆண்டவரே கிடைக்குமா கிடைக்குமா, அது கிடைக்குமா, எனக்கு அந்த விஷயம் கிடைக்குமா, அந்த விஷயத்துக்கு மறுபடி கிடைக்குமா? ആമൻ സ്വത്രം സമാധാനം ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് സ്വത്രം ഇവിടെ സഗരിയാവിന് അങ്ങനെയല്ല. ആമൻ സ്വത്രം സഗരിയാവ്, കർത്താവേ ഞാനത് എങ്ങനെ അറിയോ? അന്നേരം ദൂതൻ പറഞ്ഞു, കിട്ടും വരെ നീ മിണ്ടത്തില്ല. സഗരിയാവിന്റെ വായ അടച്ചു. ഹല്ലേലൂയ. ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും അങ്ങനെയാ. ഹല്ലേലൂയ. ചിലപ്പോൾ വീട്ടിലെ സഹോദരന്മാർ പറയും, കർത്താവിന് സ്വത്രം ഞാറ്റിക്കുന്ന സഹോദരി അല്ല ഇല്ല ഇപ്പൊ ആമൻ സ്വത്രം ഇന്നക്ക് ഇവൾക്ക് ഏതോ പറ്റിയിരിക്ക്. ഹല്ലേലൂയ. ഭയങ്കരமான കുഴിയിലും മതി സ്വത്രം പറഞ്ഞോട്ടെ. യഹോവയ്ക്കാக പൊറുമയുடன் കാത്തിരുന്നേൻ. വെയിറ്റിംഗ്. ഹല്ലേലൂയ. വെറും വെയിറ്റിംഗ് അല്ല, ക്ഷമയോടെ. ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ ആവിയൻ കനിയിലൊന്ന അവൻ നീടിയ പൊറുമ. ഹല്ലേലൂയ. നീടിയ പൊറുമയോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. മറുപടി കിട്ടും വരെ. ഹല്ലേലൂയ. സഖറിയാവിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട. ദൈവം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ പിന്നെ ഭയപ്പെടണ്ട. ദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടണ്ട. ആമൻ സ്വത്രം വസനത്തിൽ കൂടെ ഒരു ഊഴിയക്കാരൻ ചൊന്ന, ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് ദൈവത്തിന്റെ അകത്വം കാണും. മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി, നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ വെപ്രാളപ്പെടണ്ട, പരവേശപ്പെടണ്ട, നീ വിശ്വസിച്ചാൽ മതി. ഇന്ന് ടുഡേ ഈസ് യുവർ ഡേ. ഹല്ലേലൂയ. ടുഡേ ഈസ് യുവർ ഫാമിലിയുടെ ദിവസമാ. ഇന്ന് നിന്റെ ദിവസമാ. ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിന്റെ ദിവസമാ. ആമേൻ. മാർത്തയോട് പറയാ, ആമേൻ സ്വത്രം ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. അല്ല, ചിലപ്പോ പറയാറുണ്ട്, ആമേൻ സ്വത്രം, കർത്താവ് എത്ര വിശ്വസിച്ചു, എത്ര പ്രാർത്ഥിച്ചു, കർത്താവിന് സ്വത്രം, ஆனால் ஏதோ ஒரு தடை என் முன்னாடி நிற்கிறது. ஹல்லேலூயா. ஏதோ ஒரு பிரச்சனை என் வாழ்க்கையில, ஏதோ ஒரு பிரச்சனை என் ஆமேன் சொத்ரா என் படிப்பில, ஏதோ ஒரு பிரச்சனை என் ஜாபில, ஏதோ ஒரு பிரச்சனை என் ஹல்லேலூயா ஃபேமிலி லைஃபில, ஏதோ ஒரு விஷயம் என்ன வல்லாத காலம் தடசமாய் நிற்கிறது. ஆமேன். ஆண்டவராகிய தேவன் இன்னைக்கு நைட் சொல்லுகிறாரு, உன் தடசத்தை மாற்றியதுக்காக அதிசயமானவர், அதிசயமாய்
ശുഡമാരകത അന്തമാനബല മൗഢമരകത അത്തനാധികമനവൈടവ കാലങ്ങളെ അടിച്ച് ആമേൻ സ്വത്രം അന്യഭാഷയുള്ള ദൈവമക്കള് അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചാട്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങള് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി പറയാ, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ കർത്താവ് തൊടാൻ പോവയാ, ചില സഹോദരിമാരെ കർത്താവ് തൊടാൻ പോവയാ, കുഞ്ഞുങ്ങൾക്കുടെ വിഷയത്തിന് വേണ്ടി കരയുന്ന അമ്മേ നിന്നെ കർത്താവ് തൊടാൻ പോവയാ. ഹല്ലേലൂയ. ജോലിയുടെ വിഷയത്തിന് വേണ്ടി കരയുന്ന സഹോദര നിന്നെ കർത്താവ് തൊടാൻ പോവയാ. സത്യമായി വ്യക്തമായി വിളിച്ചു പറയാ, ഈ 2026 കർത്താവ് നിനക്ക് അതിശയത്തെ ചെയ്യാൻ പോവയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലരകത്ത് ചിന്തിക്കുക, ആണ്ടവരെ സ്റ്റാർട്ടിങ് ആച്ച് இந்த 2026 எப்படின்னு தெரியல, 25ல ഒരുപാട് പ്രശ്നം വന്നത്, ആമേൻ ഒരുപാട് പോരാട്ടം വന്നത്, இந்த 26 எப்படின்னு தெரியல. ஆமென் ஸ்தோத்திரம். இந்த ராத்திரி ஹல்லேலூயா ஆண்டவராகிய தேவன் ஹல்லேலூயா சொல்லுகிறாரே, இந்த 2026 உனக்கு ஆசீர்வாதம் தான். ஹல்லேலூயா ஹல்லேலூயா. ஆசீர்வாதம் உள்ளுக்குள்ள வரணும்னா ஒரு சுத்திகரணம் தேவைதான். அந்த சுத்திகரணம் அகத்த வரும்போது ஆசீர்வாதத்தை கர்த்தர் கொடுப்பாரு. அந்த ஆசீர்வாதம் நீ மட்டும் கிடையாது, உன் ஃபேமிலி மட்டும் கிடையாது. ஆமென். உன் தேசமும் அறியும்படி, உன் சபை அறியும்படி, தேசவாசிகள் அறியும்படி கர்த்தர் உனக்காக சுடபலக துணப அந்தராதிகரகடக அத்தனாதிகரகடக அந்தரேதிகதன வைடமராதிகரகதன യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പാരമ്പര്യം അവകാശം പറഞ്ഞ് പാരമ്പര്യം കൊണ്ട് മൂടിക്കെട്ടിയ പാരമ്പര്യ ശക്തികൾ ഇന്ന് രാത്രി അഴിയുന്നതിനായി, പാരമ്പര്യ കോട്ടകൾ ഇന്ന് രാത്രി ഉടയുന്നതിനായി യേശു ജയിക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാട്ടുകാരൻ പറയാ, ഉമ്മാൽ കൂടു എല്ലാം കൂടു ഒരു വാർത്ത ചൊന്നാൽ പോതു, ഉമ്മാൽ കൂടു എല്ലാം കൂടു ഒരു വാർത്ത ചൊന്നാൽ പോതു, അയ്യാ ഒരു വാർത്ത ചൊന്നാൽ പോതു. ഇന്ന് രാത്രി കർത്താവ് ഒരു വാക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ ആമേൻ സ്തോത്രം വെളിച്ചമായി ഇറങ്ങി വന്ന് അതിശയം പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ സ്തോത്രം. അതേ മാതാവേ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേ പിതാവേ, ഒരു വാക്ക് ഇന്ന് രാത്രി കർത്താവ് കൽപ്പിക്കാൻ പോവയാ. ആമേൻ. ഒരു വാക്ക് എന്റെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പൈതലെ നിനക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി എന്റെ കർത്താവ് കൽപ്പിക്കാൻ പോവയാ. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സെക്കറിയാവ് ആമേൻ സ്തോത്രം ദൂത് കേട്ട് ഭയപ്പെട്ടു. പക്ഷേ കുഞ്ഞ് ജനിക്കും വരെ, ലോകം കാണും വരെ ആമേൻ സെക്കറിയാവിന്റെ വായ ദൂതൻ അടച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില വിടുതലുക്ക് നമ്മൾ തടസ്സം தான். ഹല്ലേലൂയ. കേൾപ്പം ആണ്ടവരെ എപ്പടി തടസ്സം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു 39-ാം സംഗീതം 1-2 വചനം വാസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഊരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. വായിക്കാം. എന്നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, എന്നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, நான் என் வழிகளை காத்து, நான் என் வழிகளை காத்து, துன்மார்க்கன் எனக்கு முன்பாக இருக்கும். നിൽക്കട്ടു. നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, நான் என். ஹல்லேலூயா. ஆனா தாவீது சொல்லுகிறான், எனக்கு വഴി கிடையாது, കർത്തർ വഴികൾ ഒരുക്കി വെച്ചിരിക്കുകയാ. പക്ഷെ ആ വഴികളിലൊക്കെ തടസ്സങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ അമ്മായിയപ്പനായ ശൗല് തടസ്സമാ, ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ ഭാര്യയായ മീഖൽ തടസ്സമാ, ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ മകനായ അബ്ശലോം തടസ്സമാ. ദാവീദ് പറയും തടസ്സമാ. ഹല്ലേലൂയ. ദാവീദിനെ അറിയാം. ദാവീദ് പറയാ, കർത്താവേ, എനിക്ക് കർത്താവിന് സ്വത്രം സത്യം അറിയാം, പക്ഷേ ഞാൻ എന്റെ വാ കൊണ്ട് പാപം ചെയ്യത്തില്ല, ഞാൻ എന്റെ വാ കൊണ്ട് പാപം ചെയ്യത്തില്ല. ഒരിക്കൽ കൂടെ വായിക്കാം. என் நாவினால் பாவம் செய்யாத படிக்கு, என் நாவினால் பாவம் செய்யாத படிக்கு, நான் என் வழிகளை காத்து, நான் என் வழிகளை காத்து, துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும், துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும் என் வாயை கடிவாளத்தால் அடக்கி வைப்பேன் என்றேன். ஹல்லேலூயா. துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும்
என் வாயை கடிவாளத்தால். ஹalleluya. ஆண்டவராகிய தேவன் கேர்னது கழுதையில தான், കുതിരയില கிடையாது. കടിവാളമുള്ള ആ ഒരു മൃഗം കുതിരതാ. ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ കൂടെ ചിന്തിക്കാറുണ്ട്, യേശുവേ എന്തിനാ കഴുതയെ കയറിയത്? കുതിരയെ കയറിക്കൂടായിരുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്വത്രം. കർത്താവ് തിരിച്ചു പറഞ്ഞതാ, എത്ര ഭാരവും കഴുത ചുമന്നോളും. ഹല്ലേലൂയ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴുത ഭാരം ചുമന്നോളും. ഹല്ലേലൂയ. ചില സഹോദരിമാര് പറയാറുണ്ട്, കാലയിലെ എളുമ്പി നൈറ്റ് വരെ വേല ചെയ്യണോ, ആനാ ഒരു നല്ല വാർത്ത കൂടെ കിടക്കാതെ. ഹല്ലേലൂയ. രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താൽ എന്ത് കിട്ടത്തില്ല? ദൈവ പൈതലെ നല്ല വാക്ക് വേണ്ട, തന്ന ആരോഗ്യത്തിനായി, തന്ന ആയുസ്സിനായി. രാവിലെ എഴുന്നേൽക്കുമ്പോ എത്രയോ സഹോദരിമാർ ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുമ്പോ കർത്താവ് രാവിലെ മുതൽ രാത്രി വരെ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജോലി ചെയ്യാൻ തന്ന ആരോഗ്യത്തിനായി ആ കരങ്ങളെ അടിച്ച് ചൂടാമല അതനാധികമന അന്തരാധികനടക യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഉയരുവാനായി. ഹല്ലേലൂയ. സഹോദരൻ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചു. ഹല്ലേലൂയ. വൈകുന്നേരം വന്നപ്പോ ആ ആരോഗ്യത്തിന്റെ ഒരംശം ദൈവത്തിന് കൊടുക്കാൻ ഈ 3 ദിവസം, ഹല്ലേലൂയ, 3 ദിവസത്തെ രാത്രിയിൽ ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ ഒരു ഭാഗം സഹോദരി സഹോദര ദൈവത്തിന് കൊടുക്കാൻ ആ കൈകളെ ഉത്സാഹമാ തട്ടെ, ആ ഗംഭീരമാ കൈകളെ തട്ടെ. ഇന്ന് രാത്രി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവ് ജഗമേറ്റെടുത്തുകൊണ്ട് ആ അതരത്തെ തുറന്നുകൊണ്ട് കർത്താവേ ഈ ദിവസങ്ങളിലൊക്കെ അധ്വാനിക്കാൻ കൃപ തന്നില്ലേ. ചുടമന ഘടക അന്തരാധികര ഘടക രകമന. ഹല്ലേലൂയ. இந்த செலவங்களை பார்த்தா நம்ம இந்த முறுக்காங்கடைக்கு போறவங்களை பார்த்துருக்கிறோம். முறுக்காங்கடை தெரியும்ல? தெரியுதவங்க அல்ல சொல்லுங்களே. முறுக்காங்கடையில சின்ன சின்ன முட்டாயும் கிடைக்கும். ஹல்லேலூயா. பீடி வலிக்க வேண்டியவங்களுக்கு பீடியும் கிடைக்கும். ஆமன் வெற்றில பாக்கு முறுக்க வேண்டியவங்களுக்குள்ள ஆமன் வெற்றில பாக்கும் கிடைக்கும். ஹல்லேலூயா. ஆனா அவங்க செய்த ஒரு பரிபாடி இருக்கு. அவங்க வெற்றில பாக்க முறுக்குதவங்க அது என்ன எடுப்பாங்க? வெத்திலை எடுப்பாங்க. ஹல்லேலூயா. வெத்திலை எடுத்து கர்த்தாவின் ஸ்தோத்திரம் கையில் இடத்த கையில் வச்சிட்டு ஹல்லேலூயா ആമൻ ഒരു വെള്ള സാധനം ഒരു ബോണിക്കകത്ത് വെച്ചേക്കും, ചുണ്ണാമ്പ്. ഹല്ലേലൂയാ. അതിന്റെ ഇടത്തെ കയ്യിൽ വെച്ചിട്ട് പതുക്കോ എന്ത് ചെയ്യും? അവർക്കറിയാം ഈ വെറ്റിലേക്ക് നോവാൻ പാടില്ല. വെറ്റിലേക്ക് എന്ത് ചെയ്യരുത്? നോവരുത്, വേദനിക്കരുത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കൈക്ക് വേദനയില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവ് നമ്മുടെ കൈക്ക് ആരോഗ്യത്തെ തന്നിരിക്കുക. നമ്മുടെ കൈക്ക് ദൈവ ശക്തിയെ തന്നിരിക്കുക. നമ്മുടെ വാക്ക് ദൈവ ശക്തിയെ തന്നിരിക്കുക. ഹല്ലേലൂയ. എന്ന രാത്രി കർത്താവിനെ ഉയർത്തുവാൻ അതേ ദൈവ പൈതലേ, എന്ന രാത്രി അതിശയമായ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് അതിശയം പ്രാപിച്ചിട്ട് എന്ന രാത്രി നീ മടങ്ങാവൂ. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെത്തി അഭിഷേകത്തിന്റെ എത്തി ഈ മൈതാനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. ആത്മാവിന്റെ ശക്തിയോ അടകമനാധിക അത്തുനാദന ഘടക അന്തരേധിക തലമുടെ അന്തൽ കമനാരികതല യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ കൃപകൾക്കായി. ഹല്ലേലൂയ. സക്കറിയാവ് മിണ്ടാതിരിക്കുക. കുഞ്ഞ് ജനിച്ചു, പേരിടാൻ വേണ്ടിയുള്ള വെപ്രാളവാ. സക്കറിയാവിനോട് ഒരു ആമൻ സ്തോത്രം ബോർഡ് എടുത്തിട്ട് പറഞ്ഞു, എഴുതിക്കോ. ബോർഡിൽ യോഹന്നാൻ എന്ന് എഴുതിയത് സക്കറിയാവിന്റെ വാ തുറന്നു. ഇന്ന് രാത്രി ചില ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് കർത്താവ് അതിശയം ചെയ്യാൻ പോവയാ. നിന്നെ അറിയിച്ചിട്ടല്ലോ ആ അതിശയം നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ കുടുംബത്തെ അറിയിക്കുവാൻ. അത് കയ്യിൽ കേട്ട യേശുവിന്റെ നാമത്തിൽ വിടുതൽ തടസ്സമായി എഴുന്നേൽക്കുന്ന അന്യായ ശക്തിയുടെ ബാധകൾ, കഠിന ഹൃദയങ്ങൾ ഇന്ന് രാത്രി അഴിയപ്പെടട്ടെ ആത്മാവിന്റെ ശക്തിയോൾ. അരുമயான ദൈവ പിള്ളയെ, കഴിഞ്ഞ വർഷവും ഈ ആരാധന നടന്നു, അതിന് മുമ്പത്തെ വർഷവും നടന്നു, വർഷങ്ങളായി നടന്നു. ഇല്ല ദൈവ പൈതലേ, ഈ 2026 നിനക്ക് പ്രത്യേകതയാ. നീ ഇതുവരെ പ്രാപിക്കാത്തത്, നീ ഇതുവരെ നേടാത്തത്, ഇതുവരെ നിനക്ക് ലഭിക്കാത്തത്, ഈ വചന മൈക്രോഫോൺ കൂടെ കേൾക്കുന്ന ദേശമേ ഇതുവരെ നീ പ്രാപിക്കാത്തത്, വീട്ടിന്റെ ഉള്ളിലിരുന്ന് കേൾക്കുന്ന ദൈവ പൈതലേ, കടകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, ഈ 2026 നിനക്കൊരു അതിശയമാ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം. ഹല്ലേലൂയ, സ്തോത്ര. ലൂക്ക, ആമേൻ, സ്തോത്ര, സ്തോത്ര, സ്തോത്ര. 5-ാമത് അധികാരം 1-ാമത് വചനം മുതൽ. கடலருகே நின்றபோது திரளான ஜனங்கள் தேவ வசனத்தை கேட்கும்படி அவரிடத்தில் நெருங்கினார்கள். அப்பொழுது கடற்கரையிலே நின்ற 2 படகுகளை கண்டார். மீன் பிடிக்கிறவர்கள் அவைகளை விட்டிறங்கி வலைகளை அலைசி கொண்டிருந்தார்கள். ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ആമേൻ. അവർ വല അലസിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ കഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ ചെന്നിട്ട് ശീമോന്റെ പടകിനെ ചോദിച്ച് ആ പടകിൽ കയറിയിട്ട് പറഞ്ഞു, ഇതിനെ അല്പം അങ്ങോട്ട് നീക്കിക്കോ. ഹല്ലേലൂയ. എന്നിട്ട് പുരുഷാരത്തോട്, ജനത്തോട് ആമേൻ കർത്താവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, പേശിക്കൊണ്ടേയിരിക്കുക. കർത്താവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ ശീമോനോട് പറയാ, ശീമോനെ, ഹല്ലേലൂയ, ശീമോനെ, പോരാ ഇത്. നിന്റെ ആമേൻ സ്തോത്രം പടകിനെ, നിന്റെ വലയെ ഒന്ന് ആഴത്തിലോട്ടൊന്ന് ഇറക്കിക്കേ. ഇതുവരെ കിട്ടാത്തത്, ഇതുവരെ നീ പ്രാപിക്കാത്തത്. 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതല്. യേശുവിന്റെ നാമത്തിൽ. சீமோனுக்கு கூட்டாளிகளான செபதேவின் குமாரராகிய யாக்கோபும் யோவானும் அந்தபடியே பிரமித்தார்கள். அப்பொழுது இயேசு 8-ாமது வசனம் முதல்ல. சீமோன் பேதுரு அதை கண்டு இயேசுவின் பாதத்தில் விழுந்து, ஆண்டவரே, நான் பாவியான மனுஷன், நீர் என்னை விட்டு போக வேண்டும் என்றார். ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിലോട്ട് ഇറക്കിക്കോ. ഇന്നലെ വരെ കിട്ടാത്ത, നേറ്റിക്ക് കിടക്കാത്തത്, മുന്താ നാളേക്ക് കിടക്കാത്തത്, കഴിഞ്ഞ വാരം കിടക്കാത്തത്, കഴിഞ്ഞ മാസം കിടക്കാത്തത് ഇന്ന് കർത്താവ് തരാൻ പോവയാ. ഇന്നലെ വരെ നേറ്റ ദിനം വരെ ഉൻ வாழ்க்கையில கிடைக்காதது நிராசை தான். நேற்று தினம் வர நிராசை தான், துக்கம் தான், உறக்கமில்லை. ஹல்லேலூயா. ஆமென் ஸ்தோத்திரம். படுக்கும்போது ஹல்லேலூயா അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുണ്ട് മറിഞ്ഞ് ഉറങ്ങാതെ ഹല്ലേലൂയാ സമാധാനം ഇല്ലാതെ കിടക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ആമെൻ സ്തോത്രം, നിന്റെ വലയെ, നിന്റെ വിഷയത്തെ, നിന്റെ സബ്ജക്റ്റിനെ, നിന്റെ മാറ്ററിനെ ഒന്ന് ആഴത്തിലോട്ട് ആമെൻ ആത്മാവിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സബ്ജക്റ്റിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ സ്തോത്രം. ശീമോൻ പത്രോസ് പറയാ, കർത്താവേ, നിന്റെ വാക്കിന് ഞാനത് ചെയ്യാൻ പോവയാ. ഏൽപ്പിച്ചു കൊടുത്തു. വലയിറക്കിയപ്പോ ചെറുതല്ല വലുത്. ഇന്ന് രാത്രി ആണ്ടവരെ, ഞാൻ ഇതുവരെ ആലോചന കേട്ടിരിക്കേ, ഹൃദയം കർത്താവിന് സ്തോത്രം മരവിച്ചു പോയി, തഴമ്പിച്ചു പോയി, ഹൃദയം മുരടിച്ചു പോയി. வாழ்க்கை மொத்தம் கஷ்டம்தான். என் வாழ்க்கையில வேണ്ട நிம்மதியில்லை, என் வாழ்க்கையில വേണ്ട സമാധാനമില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ സ്വസ്ഥത എനിക്ക് കിട്ടുന്നില്ല, സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. ആമേൻ സ്തോത്രം. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ആരുടെ അടുക്കലേക്കാ പോകേണ്ടത്? ആമേൻ സ്തോത്രം. എന്റെ കർത്താവ് പറയാ, ശീമോനെ, ഉലയുന്ന, ഹല്ലേലൂയ, വേദനിക്കുന്ന, തകർന്നിരിക്കുന്ന ശീമോനെ, നീ എങ്ങും പോണ്ട. നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. നീ എങ്ങും പോണ്ട. നിന്റെ വിഷയത്തിന്റെ മേൽ മറുപടി വരാൻ പോവയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് മറുപടി വരാൻ പോവയാ. ആമേൻ. കർത്താവെ ഉലച്ചില്ല, എൻ ഊഴിയം ഉലച്ചില്ല, എൻ സഭ ഉലച്ചില്ല, ആമേൻ ആത്മാക്കളെല്ലാം ഉലച്ചിരിക്കുന്നത്. ആണ്ടവരെ, എന്നെ ചെയ്യണോ? എന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, ആമേൻ, നീ തകർന്നു പോകണ്ട. அந்த ஊழியத்தை, அந்த ஆத்துமாக்களை செம்மையாக்குறதுக்காக ஆண்டவராகிய இயேசு இன்னைக்கு இந்த மைதானத்திலே வந்திருக்கிறாரு. ஓ ரபாலா காதுனா பாலாபா அத்தனா அதிகரகடக. ஆண்டவரே, என் ஃபேமிலி ஃபெயில் வருதா, என் வாழ்க்கை ஃபெயில் வருதா, நான் இனி என்ன செய்யணும்? ஆண்டவரே, இந்த ராத்திரி பரிசுத்தமா விളിച്ചു പറയാ, சீமோனே, നിന്നെ വിളിക്കുന്നേ. சீமோனே, ഒലച്ചിൽ മാറ്റിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാമിലിയുടെ പാലം തകർന്നു കിടക്കുകയാ. പാലത്തിന്റെ ആമന ഇരിക്കുന്ന ഇരിപ്പ് വശം, ആമന അച്ചോത്ര, ആമൻ ചോത്രമാ തൂണ് തകർന്നു കിടക്കുകയാ.
എപ്പോ വേണേലും ആ പാലം ഉടഞ്ഞു പോകാം, പൊട്ടിപ്പോകാം. ശിമോനെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി പതറിപ്പോണ്ട. ആ പാലത്തിന് ക്രമപ്പെടുത്താൻ, വചനം കൊണ്ട് ഉറപ്പിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഊഴിയക്കാരനെ അവൻ മിനിസ്ട്രിയെ ഉറപ്പിക്കാൻ, പിശാച് പലപ്പോഴും പതറിപ്പിക്കുമ്പോ അതിനെ ഉറപ്പിക്കാൻ അവൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടയാ, ഒരു വാർത്ത ചൊല്ലും കർത്താവേ, ഒരു വാർത്ത என் வாழ்க்கையெல்லாம் செழிப்பாகுமே, ഒരു വാർത്ത ചൊല്ലും കർത്താവേ. ഒരു വാക്ക്, ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു വാക്ക് അവൻ അതിശയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്ന സരോജ സഹോദരി, നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു വാക്കാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, ആ ഒരു വാക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ആയിരിക്കുന്ന വ്യക്തിത്വം ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുക, അവൻ ഒരു വാക്ക് കൽപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമം ഇന്ന് രാത്രി ജയിക്കട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എവിടെ പോകാം, ഹല്ലേലൂയ, എന്ത് ചെയ്യാമെന്ന് അറിയുമ്പോ, ഹല്ലേലൂയ, അവൻ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധമായി വിളിച്ചു പറയുക, ആമൻ കർത്താവിന് സ്തോത്രം, അവൻ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി അതിശയത്തെ ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ നാമം അതിശയമാ. ആമൻ സ്തോത്രം. ശീമോൻ പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് ആ പാട്ടക്കിനെ, ആ വലയെ ആഴത്തിലോട്ടൊന്ന് ഇറക്കി. ഇതുവരെ പിടിക്കാത്തത്, 2025 പിടിക്കാത്തത്, 24 പിടിക്കാത്തത്, 2026 പ്രാരംഭത്തിൽ. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് പറഞ്ഞു, അവൻ ചിന്തിക്കാം, കർത്താവേ, ഈ കടലിന്റെ ആഴവും നീളവും വീതി എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന്റെ കല്ലിന്റെ സ്തോത്രം ഇരിപ്പ് വശം ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ശീമോൻ കർത്താൻ സ്തോത്രം യേശു പറഞ്ഞപ്പോ അനുസരിച്ചു. ഇന്ന് രാത്രി ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. തായാര് ജപിക്ക കൂപ്പിടുമ്പോൾ ഒരു കീഴ്പ്പെടുതൽ, ജപം പണ്ണ ഇരിക്കുമ്പോൾ ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. ഫാമിലി ജപം വയ്ക്കുമ്പോൾ അപ്പായും അമ്മായും പിള്ളയും ഇരുന്ന ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. அந்த ஜெபத்துக்குள்ளே கர்த்தர் அதிசயத்தை செய்ய போகிறாரு. ஹல்லேலூயா. ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ, ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് എന്റെ ദൈവം അതിശയത്തെ ചെയ്യാൻ പോവുക. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരുന്ന പറ്റത്തില്ല. അതിശയം അകത്ത് കയറണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്ത് വെളിപ്പെടണമെങ്കിൽ, നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ, അതിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് രാത്രി അതിശയത്തെ ചെയ്യാൻ പോവുക. കരങ്ങളെ വീശിക്കൊണ്ടെന്ന് കർത്താവിനെ തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അതിശയമാനവർ. ഹല്ലേലൂയ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവർ അതിശയമാനവർ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രക്തത്താലെ ജയമെടുക്കുന്ന ശിംശോനുടെ അപ്പാവായ ആമേൻ സ്തോത്രം മനോവ ഒരിക്കൽ ദൂതന്റെ പേര് ചോദിച്ചു. ഒരു വാക്കുത്തത്വം മനോവയ്ക്ക് കൊടുത്ത പോത് ആമേൻ മനോവ ചോദിച്ചു, എന്താ നിന്റെ പേര്? അന്നേരം കർത്താവിന് സ്തോത്രം. ആമേൻ ദൂതൻ പറയാ, എന്തിനാ എന്റെ പേര് ചോദിക്കുന്നേ? എന്റെ പേര് അതിശയവ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. കുടലിനകത്ത് പുണ്ണായിരിക്കുന്ന സഹോദര, ശരീരത്തിനകത്ത് രോഗമാ, ആമേൻ നാളുകൾ കൊണ്ട് അകത്തത് കൊണ്ട് നടക്കുക, ഡൈജഷൻ പ്രോപ്പർ അല്ല, ശരീരം മൊത്തം ദുർബലമായി കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധമായി വിളിച്ച് പറയുക, നിന്നെ സൗഖ്യമാക്കാൻ അതിശയമായ ദൈവം വന്നിരിക്കുക. ഹല്ലേലൂയ. സഹോദരൻ, നിന്നെ സൗഖ്യമാക്കാൻ, അവൻ ഉന്നെ ഗുണമാക്കും പഠിക്ക് ആണ്ടവരാകിയ ദേവൻ അവൻ இந்த മൈതാനത്തിലെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അവർ നാമോ അതിശയന്താ. ഹല്ലേലൂയ. അവൻ എന്റെ ദൈവത്തിന്റെ നാമം അതിശയമാ. അതിനെ മാറ്റി വെക്കാൻ കഴിയത്തില്ല, അതിനെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ.
நினைக்காம நேரத்திலே கர்த்தர் ஒரு வேலையை கொடுத்தாரு. எனக்கு அதிசயமா இருக்கு, ஆச்சரியமா இருக்கு. ஹல்லேலூயா. நினைக்காத இருக்கும்போது நான் ஒன்றும் நினைக்கல. நான் அந்த 10 சென்ட் பூமி வாங்கும் போது ஒன்றும் நினைக்கல. அவன் எப்படி எனக்கு தெரியாது, கையில ஒரு காசு இருக்கல. ஆனா கர்த்தர் அதிசயத்தை செய்தாரு. ஹல்லேலூயா. ஆமென். சோத்ரம். ஹல்லேலூயா. ஆமென். நான் நினைக்காம இருக்கும்போது கர்த்தர் ஒரு திருமணத்தை நடத்தினார். நான் நினைக்கல, கர்த்தர் அதிசயத்தை செய்தாரு. ஆமென். அருமையான தெய்வ பிள்ளையே, நீ பின்னாடி பார்க்கும்போது இந்த அதிசயம் நடந்ததுக்கு முன்னே நீ ஜெபிச்ச ஜெபம், നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ സമർപ്പണം എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം ചെന്ന് ഊട്ടക്കി കിടക്കുകയാണ്. ആ മറുപടി ശരിക്കും കിട്ടാതെ ആ വഴികളൊക്കെ എവിടെയോ തടഞ്ഞു കിടക്കുകയാ. അവിടെ ദാവീദ് പറയുന്നേ, നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക് ഞാൻ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. എന്റെ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല. എന്റെ വീടുകളിന്റെ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല. എന്റെ നന്മയുടെ എന്റെ ആശീർവാദത്തിൻ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല. ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുന്നേ ഒരു തീരുമാനം, നാവിനാൽ ഞാൻ പാപം ചെയ്യാതെ പഠിക്കേ, എൻ വഴികളെ ഞാൻ അടയ്ക്കാതെ പഠിക്കേ, എന്റെ നാവിനെ ഞാൻ സൂക്ഷിക്കാൻ പോവയാ. അതേ സഹോദരന്റെ നാവിനെ നീ സൂക്ഷിക്കുമെങ്കിൽ, ഹല്ലേലൂയ. അതേ സഹോദരൻ നിന്റെ വായ നീ ഒന്ന് കടിവാളത്താൽ കാക്കുവന്നു. சிலவங்க உண்டு எப்ப பார்த்தாலும் நெகட்டிவ் தான் பேசுவாங்க. வீட்டுக்குள்ள நெகட்டிவ் தான், வெளியே நெகட்டிவ் தான், போகும்போது நெகட்டிவ் தான். ஹல்லேலூயா. பாசிட்டிவ் ஒன்றும் வாயில வராது. ஹல்லேலூயா. சில பேரண்ட பார்த்தாலும் எல்லாம் நெகட்டிவ். அது கிடைக்காது உனக்கு. அது போக்குதான், அது சரியாகாது. அந்த பிள்ளை போக்குதான், அந்த ஃபேமிலி போக்குதான். ஹல்லேலூயா. இன்னைக்கு ஆண்டவராகிய தேவன் சொல்லுகிறாரு, அந்த போக்கு அந்த வாக்கினை மாத்திக்கிட்டு அது ஓகே தான். அந்த ஃபேமிலியை கர்த்தர் ஆசீர்வதிப்பாரு, அந்த பிள்ளையை கர்த்தர் ஆசீர்வதிப்பாரு, அந்த ஹல்லேலூயா ஸ்தோத்திரம் அவங்க வாழ்க்கையை கர்த்தர் ஆசீர்வதிப்பாரு. ஆமென். காரணம் அவர் ஆசீர்வதிக்கிறார். தேவனுடைய நாமம் அதிசயம். அதனால അതിശയமான ദേവൻ ആശീർവാദത്തെ താൻ കൊടുപ്പാര്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ ജീവിതത്തിന് മേൽ എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യാൻ പോവയാ. അവൻ കർത്താവ് അത്ഭുതത്തെ ചെയ്യാൻ പോവയാ. നാളുകൾ കൊണ്ട് ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി, അവൻ കുഞ്ഞിന്റെ മടങ്ങി വരവിന് വേണ്ടി, അവൻ സ്വത്രം 3 മക്കളുണ്ട്, ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ തലമുറ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവയാ. ശക്തിയോടെ സ്വത്രം പറഞ്ഞേ. ஆண்டவரே சொல்லியிருக்கு, எல்லாரும் ஜபிச்சிருக்கு, நானும் ஜபிச்சேன். பல வாட்டி பைக் ஓட்டிக்கிட்டு போகும்போது அவனுக்கு போக்கு எங்கேன்னு சரியில்லை. ஹல்லேலூயா. എങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി പ്രിയ മാതാവേ, പ്രിയ അമ്മേ, പ്രിയ തായേ, ഉൻ ജപം, ഉൻ വേണ്ടത്, ഉൻ പിള്ളയെ തൂക്കി 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 കാപ്പാറ്റി നിർത്തുന്നത്, ഉൻ ജപം, ഉൻ കണ്ണി ഷുടാബാല ഹംദര ദികാമനവ. പല വാട്ടി നീ ചൊല്ലിയിരിക്ക, എങ്കയാவது പോയി തോലെ. ഹല്ലേലൂയ. എപ്പടിയാவது പോ. പക്ഷെ നീ പറഞ്ഞിട്ട് അകത്ത് കയറി ഒഴുക്കുന്നില്ലേ കണ്ണുനീര്, അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥന, ആ പ്രാർത്ഥന നിന്റെ കുഞ്ഞിനെ തൂക്കിയെടുത്ത് നിർത്തയാ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നിന്റെ തലമുറയെ തളർന്നു പോകാതെ നിർത്തിയിരിക്കയാ. എന്ന രാത്രി നിന്റെ തലമുറയുടെ മടങ്ങി വരവിന്റെ രാത്രിയാ. ആമേൻ. ഇതിനെ കർത്താവിന് സ്തോത്രം. പുറത്തുനിന്ന് കേൾക്കുന്ന സഹോദര, നിന്റെ മടങ്ങി വരവിന്റെ ദിവസമാ. കരങ്ങളെ വീശി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യാൻ പോവയാ. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി അതിശയമായി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവയാ. ആമേൻ. അതിശയത്തെ ചെയ്യണമെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തെ ശത്രു കെട്ടി പൂട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ബന്ധം ചോദിക്ക്, പുറം ലോകം കാണാൻ കഴിയാതെ ജീവിതത്തെ കെട്ടി, ജീവിത സാഹചര്യത്തെ കെട്ടി, ജീവിത അനുഭവത്തെ കെട്ടി ശത്രു ഒതുക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവ് ബഥാനിയിൽ സ്നേഹിച്ച ഒരു കുടുംബമുണ്ട്, ലാസറിന്റെ കുടുംബം. എന്റെ കർത്താവ് നമ്മളെ എല്ലാവരും സ്നേഹിക്കുക. ശക്തിയുടെ സ്വത്രം പറഞ്ഞേ. യേശു സ്നേഹിക്കുന്നവർ സ്വത്രം പറഞ്ഞേ. പോരാ പോരാ, ഇത്രയും പോരാ. യേശു സ്നേഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ബഥാനിയയിൽ യെരുശലേമിന് കിഴക്ക് ഒലിവ് മലയ്ക്കരികത്ത് ബഥാനിയ എന്ന ഗ്രാമത്തിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. അത് ലാസറിന്റെ കുടുംബമാണ്. ഹല്ലേലൂയ.
இங்க பார்க்கும்போது இந்த தேசத்துல இயேசுவை நேசிக்கிறவங்க அனைவர் ஆமென் சோத்திரம் அநேகர் இருக்கிறாங்க. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന അനേക കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്, ഈ ചുറ്റുപാടുണ്ട്. പക്ഷെ ബഥാന്യയിൽ ആമേൻ സ്തോത്രം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ലാസറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന് സ്തോത്രം ലാസറിന്റെ ഭവനത്ത് മാർത്തയുണ്ട്, മറിയയുണ്ട്, ലാസറുണ്ട്. പെട്ടെന്ന് ലാസറിനൊരു രോഗം, ആമേൻ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. രോഗിയായി കിടന്നപ്പോ യേശുവിനെ വിളിച്ചു, യേശു അവിടെ എത്തിയില്ല. ഹല്ലേലൂയ. നാലാമത്തെ ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാ, നമുക്ക് ലാസർ ഉറങ്ങയാ ഉണർത്താൻ പോണം. ഇന്ന് രാത്രി ആത്മീക ഉറക്കം സംഭവിച്ച ദൈവവൈതലേ, ദൈവകൃപ നഷ്ടപ്പെട്ട ദൈവവൈതലേ, ഓ റിബലവ ഷൈഡമനഗദന, ചില വാക്കുകൾ മാത്രം അന്യഭാഷയുണ്ട്. എന്റെ കൃപയൊക്കെ എന്നെ വിട്ടുപോയി, എന്തോ സന്തോഷം എന്നെ വിട്ടുപോയി, എന്തോ സമാധാനം എന്നെ വിട്ടുപോയി. ആ പഴയ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നില്ല, പാടാൻ എനിക്ക് കഴിയുന്നില്ല, ആ സന്തോഷം എനിക്ക് വിട്ടുപോയി. ആത്മീക ഉറക്കം എന്റെ ജീവിതത്തിൽ വന്നുപോയി എന്നകത്ത് മാറപ്പെടുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി അതിശയമായ ദൈവം എന്റെ കട്ടുകളെ പൊട്ടിക്കാൻ വന്നിരിക്കുക. കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഓ രാമല ഹന്തരാധികര അടക മനകാരകര വൈഡമനവസ്യാരവ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ കൃപകൾക്കായി പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് നാലാമത്തെ ദിവസം ചെന്നപ്പോ ശിഷ്യന്മാര് പറയാ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ദേശക്കാര് കല്ലെറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ലാസറിനെ ഉണർത്താൻ പോകണമോ? കല്ലെറിഞ്ഞെങ്കിൽ ഉറപ്പാ വിടുവലും. ഞാൻ ചിന്തിക്കുക, ഒരിക്കെങ്കിലും കല്ലെറിയണം. ഒരു സ്വത്രം കൂടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ. കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഥാന്യയിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവയാ. ബഥാന്യയിൽ ചിലരൊക്കെ കെട്ടപ്പെട്ട് കിടക്കുക, ഈ ദേശത്തിന് ചിലർ കെട്ടപ്പെട്ട് കിടക്കയാ. അതിശയമായ ദൈവം ഈ ദേശത്തിന്റെ മേലെ ഇറങ്ങട്ടെ. ആമ ചില കുടുംബങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അവൻ ഇവിടെ കർത്താവിന് സ്വത്രം. യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ ചെന്നു. ബഥാന്യയുടെ അതിരിലെത്തിയപ്പോ ഹല്ലേലൂയ ആമേൻ സ്വത്രം മാർത്ത കാര്യങ്ങളല്ല യേശുവിനോട് പറയാ. എന്നിട്ട് യേശു കർത്താവ് ആമേൻ അവിടെ തന്നെ നിൽക്കുമ്പോ ഹല്ലേലൂയ ആമേൻ സ്വത്രം ആമേൻ മറിയ പറയാ. ആമേൻ യേശുവിനോട് സംസാരിക്കുക. യേശു കർത്താവ് ചോദിക്കുക, മറിയെ കണ്ടപ്പോ മാറി ആമേൻ സ്വത്രം ആമേൻ കൂടി നിന്ന ജനത്തോട് എവിടാ വച്ചത് ലാസറിനെ? ഞാൻ സ്നേഹിക്കുന്ന കുടുംബത്തിലെ ആമേൻ സ്വത്ര ഹല്ലേലൂയ ഉടമസ്ഥനെ എവിടാ വച്ചത്? ആരാ ഒതുക്കിയേ? ആരാ കെട്ടിയേ? ഇന്ന് രാത്രി ആ കെട്ടഴിക്കാൻ പോവയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വ്യക്തിയെ പിന്മാറ്റത്തിലോട്ട് കൊണ്ടുപോയാ ആ ബന്ധനത്തെ ഞാൻ അഴിക്കാൻ പോവയാ. ആ വ്യക്തിക്ക് ആത്മീക ഉറക്കം കൊടുത്ത ആ ശത്രുവിനെ തകർക്കാൻ പോവയാ. അതേ സഹോദരി, ഭർത്താവിന്റെ പിന്മാറ്റത്തിന് വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആ പിന്മാറ്റ കർത്താവ് ചികിത്സിച്ച് കർത്താവ് മടക്കി കൊണ്ടുവരാൻ പോവയാ. ഇതുവരെ നീ അർഹിക്കാത്ത നേരത്തെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സന്തോഷം മടക്കി തരാൻ പോവയാ. ഇന്ന് രാത്രി 2026 നീ ആമേൻ സന്തോഷം അനുഭവിക്കേണ്ട വർഷമാ. എന്റെ ദൈവത്തിന്റെ നാമം അതിശയമോ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വത്രം. യേശു കർത്താവ് കല്ലറയ്ക്കൽ ചെന്നു. ആമേൻ ലാസറിനെ ശക്തിയോടെ വിളിക്കുക, ലാസറേ. കർത്താവ് പ്രാർത്ഥിച്ച ശേഷം യേശു കർത്താവ് പ്രാർത്ഥിക്കുക, കർത്താവേ നീ മുന്നേ തന്നെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം, എങ്കിലും ഈ ജനം കേൾക്കേണ്ടതിന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുക. ആമേൻ സ്വത്രം എന്ന് പ്രാർത്ഥിച്ചിട്ട് ലാസറോട്, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. അകത്തിരുന്ന ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വരിക. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുക, കെട്ടപ്പെട്ട ലാസർ കെട്ടഴിഞ്ഞു വന്നെങ്കിൽ ജനത്തിന് മനസ്സിലാകത്തില്ലായിരുന്നു. കെട്ടപ്പെട്ടവനായി പുറത്തു വന്നപ്പോ കർത്താവ് പറയാ, അഴിക്ക് കെട്ട്. ലാസറിനെ സ്പർശിച്ചു നോക്കയാ, കെട്ടിനെ അഴിച്ചു നോക്കയാ. ദൈവത്തിന്റെ മഹത്വം ലാസർ മാത്രമല്ല, കൂടി നിന്നവർ മാത്രമല്ല, അതിലുപരി കെട്ടഴിച്ചവർ, ലാസറിനെ തൊട്ടു നോക്കിയവർ, തൊട്ടറിഞ്ഞവർ അനുഭവിക്കുക. ലാസർ ഹല്ലേലൂയ യേശു
ഇന്ന് രാത്രി പരിശുദ്ധങ്ങൾ വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തെ ബന്ധിച്ച് കെട്ടി ഒതുക്കിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ശുശ്രൂഷ മണ്ഡലത്തെ കെട്ടി അവൻ മുന്നോട്ട് പോകാൻ കഴിയാതെ ബലഹീന വശത്തെ അകത്തു കൊണ്ടിട്ട് ബലഹീനതയായിട്ട് രോഗത്തിന്റെ ശക്തിയെ കടത്തിവിട്ട് ശത്രു ശുശ്രൂഷയ്ക്കെതിരെ എഴുന്നേറ്റുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമ്മ വിളിച്ചു പറയുക, ആ ബന്ധത്തിന്റെ കർത്താവ് അഴിക്കാൻ പോവുക. അന്യഭാഷകളുടെ ദൈവജന ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോട്ട് ആത്മാവിന്റെ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന്റെ കരുണകൾക്കായി നന്ദിയോടെ സ്വത്ര കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ലാസർ കെട്ടപ്പെട്ടവനല്ല, ഇന്ന് രാത്രി ദൈവ പൈതൽ നീ കെട്ടപ്പെട്ട വ്യക്തിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകൾ അനുഭവിച്ച കെട്ട്, ഇന്നലകൾ അനുഭവിച്ച ഭാരം, ഇന്നലകൾ അനുഭവിച്ച ദുഃഖം, പാട്ടുകാരൻ പറയുക, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഉയർത്തുകയായിരുന്നു. അത് ദൈവമേ, ഇന്നലത്തെ വേദന, ഇന്നലെ അനുഭവിച്ച ദുഃഖം നിന്നെ തകർക്കാനല്ല, യേശുവിന്റെ സ്നേഹം എന്തെന്ന് വിളിച്ചറിയിക്കുവാൻ, യേശു ആരെന്ന് വിളിച്ചറിയിക്കുവാൻ, യേശുവിന്റെ പ്രവൃത്തി എന്തെന്ന് വിളിച്ചറിയിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധനാ വിളിച്ചു പറയാ. കാലിൽ നിന്ന് തലവരെ ഇഴഞ്ഞു കയറുന്ന ഒരു പെരുപ്പ് ഷൂട്ടാമന, ഇഴഞ്ഞു കയറുന്ന ഒരു ആമൻചോത്രം, ഇരുളിന്റെ ശക്തി ഇന്ന് രാത്രി ആ ശരീരം വിട്ട് അഴിയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ശരീരത്തെ ബന്ധിച്ച് വർഷങ്ങളായി കെട്ടിയൊതുക്കി ദുസ്വപ്നത്തെ കൊണ്ടിട്ട് ഭയപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ആവി ചൂട്ടാമല അതനാധികമന അന്തരോധികരഘടക യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിക്കായി. ഹല്ലേലൂയ. ചിന്തിക്കും, കർത്താവേ, ഞാൻ എവിടെ പോയ, എവിടെ ചെന്നൊരു നേർച്ചയിട്ട, എവിടെ ജന്മ ചെന്ന് ഒരു പൊരുത്തന പണ്ണിനാ, എവിടെ ചെന്നൊന്ന് കഞ്ഞി വീത്തിയ, എവിടെ ചെന്നൊന്ന് മെഴുകുതിരി കത്തിച്ച സൗഖ്യം കിട്ടും. എല്ലാ ദൈവം ഇതല്ലേ യേശു കർത്താവ് പറയാ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു തന്നെ. ഹല്ലേലൂയ. ആ യേശു മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ശരീരത്തിന്റെ മേൽ മൂക്കിൽ ഊതിക്കയറ്റിയ ആ ശ്വാസവും യേശു തന്നെ. ശക്തിയുടെ സ്വത്രം പറഞ്ഞേ. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എല്ലാ മനുഷ്യനെയും ഒന്നുപോലെ ഉണ്ടാക്കിയില്ല. ഞാൻ കൂടെ ചിന്തിക്കാറുണ്ട്, ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ കർത്താവ് ഒന്നായിട്ടുണ്ടാക്കി. ഹല്ലേലൂയ. വാരിയെല്ലിനെ ഊരി ഹൗവയായിട്ട് കർത്താവ് സൃഷ്ടിച്ചു. ആമൻ. പക്ഷെ എല്ലാവരും ഒന്നുപോലെ ആയിരുന്നെങ്കിൽ അന്നമ്മയും പൊന്നമ്മയും ചിന്നമ്മയും മറിയമ്മയും ഒന്നും എന്ത് ചെയ്യത്തില്ല. ചിലപ്പോൾ രണ്ടുപേരും മൂന്നുപേരും ഒന്നായിരുന്നാലും എവിടെയെങ്കിലും ഒരു പുള്ളിയെങ്കിലും കാണും. ഇങ്ങനെ സ്വത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ. കർത്താവ് ഒന്നുപോലെ ആക്കിയെങ്കിൽ ആളെന്ത് ചെയ്തേനെ? ആമൻ. സ്വത്രം തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അടയാളം കർത്താവ് ഇവിടെ വച്ചേക്കുക. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യൻ ദൈവം ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവൻ ശ്വാസം ഊതിയിട്ട് പറഞ്ഞു, എന്റെ വലത്തുഭാഗത്തുള്ള ഓമന കുമാരനെ മനുഷ്യ നിനക്ക് വേണ്ടി ഞാൻ സമ്മാനിക്കാൻ പോയാ. അവന്റെ നാമം ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേല. അതുകൊണ്ട് അത് യേശുവാ. ആദമിനെ സൃഷ്ടിച്ചിട്ട് ആ യേശുവിന്റെ നാമത്തെ അകത്തങ്ങ് ഊതിക്കേറ്റി ശ്വസിച്ചോ കൊന്ന്. ശ്വസിക്കുമ്പോ എന്താ വരുന്നേ? താഴോട്ട് വലിച്ചിട്ട് മേലോട്ട് വിടരുത്, മേലോട്ട് വലിച്ചിട്ട് താഴോട്ട് വിടണം. ചിലരൊക്കെ താഴോട്ട് വലിച്ചിട്ട് എങ്ങോട്ട് വിടുന്നേ? വിണ്ട. ആമൻ ചോത്ര മേലോട്ട് വലിച്ചിട്ട് എല്ലാവരും ഒന്ന് വിട്ടേ, സഹോദരന്മാരൊക്കെ ഒന്ന്. ഹല്ലേലൂയ. മേലോട്ടൊന്ന് ശ്വാസത്തെ വലിച്ചിട്ട് താഴോട്ട് വിടുമ്പോ എന്താ പറയുന്നേ? വണ്ടി ഓട്ടിക്കുമ്പോ യേശു, പ്ലെയിൻ ഓട്ടിക്കുമ്പോ യേശു, ട്രെയിൻ ഓട്ടിക്കുമ്പോ യേശു. ഹല്ലേലൂയ.
കപ്പൽ ഓട്ടിക്കുമ്പോ യേശു, പാവം ചെയ്യുമ്പോഴും യേശു. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുമ്പോഴും യേശു, സുഖമായിരിക്കുമ്പോഴും യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കടനിമിത്തം എന്ത് ചെയ്യണമെന്ന് ആദ്യം വിളിക്കുന്ന സഹോദര, നിന്റെ ശ്വാസത്തിൽ യേശുവുണ്ട്. നിന്റെ ശ്വാസത്തിന്റെ മേൽ ആ യേശു, അഭിഷേകത്തിന്റെ മേൽ ഇന്ന് രാത്രി അതിശയം ചെയ്യാൻ പോവുകയാ. ശക്തിയോടെ ഒരു സ്വത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ നാമം അതിശയമാ. ഈ അതിശയം എന്ന നാമം ദൈവത്തിന്റെ ബന്ധനത്തെ അഴിക്കാൻ പോവയാ, എന്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പോവയാ. ആമേൻ സ്വത്രം. ഇന്നലത്തെ അനുഭവമല്ല, നേരത്തേക്കുള്ള അനുഭവം கிடையாது. ഇന്നക്ക് ഒരു വ്യത്യസ്തമായി. നാളെ കാലയിல எழும்பும்போது ஏதோ ஒரு வித்தியாசமா இருக்கு. இன்னைக்கு நைட்ல வீட்டுக்கு போகும்போது ஏதோ ஒரு வித்தியாசம். என் இதயத்துக்குள்ள ஏதோ ஒன்று வந்திருக்கு. அந்த வந்தது இந்த அதிசயம் தான். ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ട് പോകുമ്പോ ഈ അതിശയം കൂടെ വരാൻ പോവയാ. ബാക്കിൽ നിന്ന് വന്നിട്ട് പറയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കുന്നത് എന്താ? ഈ അതിശയമാ. ഉനക്കാக நான் என்ன செய்யணும்? ஹல்லேலூயா. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സംഗീതം 23-ാമത് വചനം 6-ാമത് വചനം വാസിക്കുമ്പോൾ, നന്മയും കിരുബയും നീടിച്ച നാളായി ഉന്നെ പിന്തുടരും. ഹല്ലേലൂയ. അതിശയം പിന്നിൽ നിന്ന് വന്നിട്ട് പറയാ, ഞാൻ ഉനക്ക് എന്നെ ചെയ്യണം? പിന്നാടി വരുന്നത് അതിശയമായി. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ ഈ ആമേൻ സ്തോത്രം മൈതാനം വിട്ടു പോകുമ്പോ ഈ അതിശയം നിന്റെ പിന്നെ വരാൻ പോവയാ. സ്വാഗതം ചെയ്ത് വീട്ടിലിരുത്തിക്കോണം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ അതിശയം ദൈവത്തിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പോവയാ. നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവയാ. എവിടെയാണോ തകർന്നു കിടക്കുന്നത്, എവിടെയാണോ ഭാരപ്പെട്ട് കിടക്കുന്നത്, ആ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവ് അത്ഭുതത്തെ ചെയ്യാൻ പോവയാ.